ആയുർവേദ ശാസ്ത്രം രോഗിയെ പരിശോധിക്കുന്ന വിധം വളരെ വിശദമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അതിൽ അഷ്ടസ്ഥാന പരീക്ഷ എന്നാണ് ഏറ്റവും പ്രമുഖമായ രീതി. അത് പ്രത്യേകമായിട്ട് അതൊരു ശ്ലോകപ്പടിയാണ് വിവരിക്കുന്നത്. നാഡീസ്പർശന രൂപഞ്ച ശബ്ദനേത്ര പുരീഷകാൻ മൂത്രവർണ്ണഞ്ച ജിഹ്വാദ്യേ പശ്യോത് ഭിഷഗുര. ഭിഷഗുരൻ ആദ്യമായിട്ട് എല്ലാ രോഗിയെയും അഷ്ടസ്ഥാന പരീക്ഷയ്ക്ക് വിധേയമാക്കണം. ആദ്യമായിട്ട് നാഡി നോക്കണം. വാതനാഡിയോ പിത്തനാഡിയോ കഫനാഡിയോ അധികരിച്ച് നിൽക്കുന്നെങ്കിൽ ഏത് അധികരിച്ച് നിൽക്കുന്നോ തദനുസരണമായിരിക്കും അയാളിൽ ഉത്ഭവിക്കുന്ന രോഗങ്ങൾ. രൂപം ശരീരത്തിൻ്റെ നിറമെന്നാണ് അതിന് പ്രത്യേകം വിവരിച്ചിരിക്കുന്നത്. ശബ്ദനേത്ര പുരീഷകാൻ ശബ്ദത്തിൻ്റെ സ്ഥായി വ്യത്യാസങ്ങൾ, അതും ആ ശരീരത്തിൻ്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തദനുസരണമായിരിക്കണം ചികിത്സയും. ശബ്ദനേത്ര പുരീഷകാൻ നേത്രം, കണ്ണിൽ രോഗിയുടെ പ്രത്യേക രോഗലക്ഷണങ്ങളുള്ള രോഗിക്ക് കണ്ണിൽ അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. ശബ്ദം പ്രത്യേകമായിട്ട് എടുത്ത് വിവരിച്ചിട്ടുണ്ട്. പുരീഷം എന്ന് പറഞ്ഞാൽ മലമെന്നാണ് അതിൻ്റെ അർത്ഥം. ആയുർവേദ ശാസ്ത്രം ആയിരക്കണക്കിന് വർഷം മുമ്പ് മലം പരിശോധിച്ച് രോഗം കണ്ടുപിടിക്കുന്ന മാർഗം പറഞ്ഞിട്ടുണ്ട്. മൂത്രവർണ്ണഞ്ച ജിഹ്വാദ്യേ, മൂത്രത്തിൻ്റെ നിറം നോക്കിയാൽ രോഗമെന്താണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. ജിഹ്വ, അതാണ് സാധാരണ എല്ലാ ഡോക്ടേഴ്സും വാ തുറന്ന് നാക്ക് പരിശോധിച്ച് നോക്കുന്നത്. പശ്യോത് ഭിഷഗുര. ഇത്രയും കാര്യങ്ങൾ ഒരു രോഗിയെ അടിസ്ഥാനപരമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം മാത്രമേ രോഗചികിത്സ തുടങ്ങാവുള്ളൂ എന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്.